വരും തലമുറകൾക്ക് സുന്നത്ത് ജമാഅത്തിന് ഇതേപടി കൈമാറാൻ വേണ്ടി 92 കൊല്ലക്കാലമായി ഒരു പോർലും ഏൽക്കാതെ കാത്തു സൂക്ഷിച്ചു വന്ന സമസ്ത കേരള ജംഇയ്യത്തുകളുടെ നയ നിലപാടുകളും ആദർശങ്ങളും ഒരു മാറ്റവുമില്ലാതെ അതേപടി തുടരുമെന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുമായി കഴിഞ്ഞ ആഴ്ച കേരളീയ മുസ്ലിം സമൂഹത്തിന് സമർപ്പിച്ചത്. ആദർശ വിഷയത്തിൽ ഒരു കോംപ്രമൈസും നമ്മൾ ആരോടുമില്ല, അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അത് അതേപടി മുന്നോട്ട് പോകും. ആ നിലയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ആ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ മുസ്ലിം സമൂഹം അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അക്കാര്യത്തിൽ സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന ഒരു വിഭാഗത്തിനും ഒരു സംശയവുമില്ല, ഒരു സന്ദേഹവുമില്ല. പാണക്കാട് നിന്ന് പോലും സമസ്ത കേരള ജംഇയ്യത്തുൽ നിലപാടുകൾക്ക് വ്യത്യസ്തമായിക്കൊണ്ട് മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഇടപെട്ടു, ചർച്ച നടത്തി, മാന്യമായ അന്തസ്സാർന്ന തീരുമാനമുണ്ടാക്കി. നേരിൽ ഇത്തരം കാര്യങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുമായി കൂടിയാലോചിച്ച് മാത്രമേ ചെയ്യൂവെന്ന തീരുമാനപ്രകാരം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള പണ്ഡിത നേതൃത്വം, സമസ്തയുടെ നിലപാട് വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. അതിനെതിരെയുള്ള അപശബ്ദങ്ങൾ മുഖവിലക്കെടുക്കേണ്ടതില്ലെന്ന് സമസ്തയുടെ അധ്യക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുക. നമ്മൾ ഈ ആദർശം ഭദ്രമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം നോക്കി, വഹാബികളെ മൗദൂദികളെ ഇവരോട് യാതൊരു ബന്ധവും പാടില്ലെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് ഇവിടെ പറയാണ്. സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് ഇതിന്റെ യഥാർത്ഥ മാർഗം. ആ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുജാഹിദിനെ അകറ്റി നിർത്തുക, ജമാഅത്തിനെ അകറ്റി നിർത്തുക, തബ്ലീഗിനെ അകറ്റി നിർത്തുക. നിങ്ങൾ ചോദിക്കും, എന്നാൽ അവർ നമ്മുടെ കുടുംബക്കാരാണെങ്കിലോ, അവർ നമ്മുടെ ഉസ്താദുമാരാണെങ്കിലോ? അതൊക്കെ നീക്കുപോക്കിന്റെ കിതാബ് പറഞ്ഞിട്ട് നിങ്ങൾ മസല നോക്കി. ഇല്ലാതെ എഴുതിനും പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ ഉണ്ടാകും. സാധാരണഗതിയിൽ അവരുമായി കൂട്ടുകൂടാനും സഹകരിക്കാനും സൗഹൃദം പങ്കിടാനും പോകുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ നിലപാടല്ല. സുന്നത്ത് ജമാഅത്തിനെ ഭദ്രമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് വരും തലമുറകൾക്ക് നമുക്ക് കൈമാറാം. ഇദ്ദേഹം പ്രസംഗിച്ച് നടന്നിരുന്ന കാലത്ത് തന്നെ പ്രസംഗിച്ച ഒരാളാണ് ഈ അബ്ദുസ്സമദ് പൂക്കോട്ടൂര്. ഇനി അദ്ദേഹം പറയുന്ന ഭാഗം നിങ്ങളെ കേൾപ്പിക്കട്ടോ മറ്റൊരു വീഡിയോയിലെ. 1945 അന്ന് മുതലാണ് ബാബയ്ക്ക് തങ്ങളുടെ സേവനം സമസ്ത കേരള ജംഇയ്യത്ത് നമുക്ക് ലഭ്യമാക്കുന്നത്. എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പഠിക്കാനാണ് ഞാൻ പറയുന്നത്. ഞാൻ തുറന്നു പറയും, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു പ്രവണത, ആ പ്രവണത തീർത്തും അപകടകരമാണ്. ആ അപകടകരമായ പ്രവണത എന്തെന്ന് ചോദിച്ചാൽ, മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിക്ക് അഥവാ മുസ്ലിം ലീഗിന് ഒരു പ്രസക്തിയുമില്ല എന്ന് ചിന്തിക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ വളർന്നു വരുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്ത് നമുക്ക് ഒരു പ്രസക്തിയുമില്ല എന്ന് ചിന്തിക്കുന്ന മുസ്ലിം ലീഗിന് ചില പ്രവർത്തകർ വളർന്നു വരുന്നുണ്ട്. രണ്ടും ഒരുപോലെ അപകടം ചെയ്യും. സമസ്തക്ക് പ്രസക്തിയില്ലെന്ന് ചിന്തിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളും, നമ്മുടെ മുസ്ലിം ലീഗിന്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകളും, അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രസക്തിയില്ലെന്ന് ചിന്തിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അഥവാ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ചെറുപ്രവർത്തകരായ ആളുകൾ, രണ്ട് ചിന്തയും അപകടപ്പെടും. എന്താ കാരണം? ഈ ചിന്ത നമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ളത് 974 സമസ്തയിൽ കയറി വന്ന അദ്ദേഹവും കൂട്ടരുമാണ്. അതിന്റെ നേട്ടം അവർക്കാണ്. ഭൂരിപക്ഷമുള്ള രണ്ട് പ്രസ്ഥാനങ്ങളെ തമ്മിൽ തല്ലിച്ചിട്ട് അതിന്റെ ഇടയിലൂടെ മുട്ടനാളുകളെ കൂട്ടിമുട്ടിച്ചിട്ട് ചോര ഊറ്റി കുടിക്കാൻ വരുന്ന കുറുക്കനെ നമ്മൾ തിരിച്ചറിയണം. ആ കുറുക്കനെ തിരിച്ചറിയാൻ അപകടം വരും. എന്നിട്ട് ഇയാള് ഈ പ്രശ്നത്തിൽ പറയുന്നുണ്ട്, ഇവിടെ പിന്നെ വഹാബികളിൽപ്പെട്ട ആളുകളുണ്ടാവും, മറ്റുള്ള എല്ലാ ആളുകളുണ്ടാവും, അവരൊക്കെ ഒരേ തോൾ ചേർന്നുകൊണ്ട് ഒരേ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ആര് പറയുന്നത്? ഇവിടെ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ പറയുന്നത്. നമ്മൾ ആദ്യം കേട്ട പ്രസംഗത്തില് അമീദ് വൈസ് അമ്പലക്കടവ് എന്താണ് പറഞ്ഞത്? സുന്നികള് എവിടെ നിൽക്കണം? സമസ്ത എവിടെ നിൽക്കണം? സമസ്തന്റെ പഴയൊരു ആദർശമുണ്ട്, 90 കൊല്ലങ്ങൾക്ക് മുമ്പ് അതിൽ അടിയുറച്ച് നിൽക്കണം എന്നാ പറഞ്ഞത്. ഇപ്പോ കാലങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി അല്ലെ? ഈ വർത്തമാനകാല സാഹചര്യം വന്നു, ഈ രണ്ടു പേരും രണ്ട് ചേരിയിലേക്ക് മാറി. അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ലീഗിന്റെ ഒപ്പം അദ്ദേഹം പറഞ്ഞ ഈ നിലപാടിനൊപ്പം നിന്നു. അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് വൈസ് അമ്പലക്കടവ് എന്ത് ചെയ്ത് സമസ്തയുടെ ആദർശങ്ങൾ വർഷം പറയുന്ന ഷജറ വിഭാഗത്തിൽ അദ്ദേഹം രണ്ട് ചേരിയായിട്ട് മാറി. ഇനി രണ്ട് ചേരിയായിട്ട് വന്നപ്പോൾ രസകരമായിട്ടുള്ള ഒരു വിറ്റുണ്ട് അവിടെ. അപ്പോൾ ഇവർ പറഞ്ഞത് ഈ രണ്ട് വിഭാഗത്തെയും രണ്ടാക്കാൻ വേണ്ടി ഇതിൽ അടിയിൽ പണിയെടുക്കുന്ന ആളുകൾ AP വിഭാഗമാണെന്നാണ് ഇദ്ദേഹം അവിടെ പറഞ്ഞത് കേട്ടോ. അവിടെ ഏറ്റവും വലിയ രസം, ഈ അടുത്ത കാലത്ത് രണ്ടായിട്ട് ഇതിനെപ്പറ്റി തമ്മിൽ ഭയങ്കര തർക്കമാണ്. അവര് തമ്മിൽ തർക്കങ്ങളുണ്ട്, തമ്മിൽ എഴുത്തുകളുണ്ട്, പലതും നടക്കുന്നുണ്ട്. AP വിഭാഗം അതങ്ങനെ കാണുമെന്നല്ലാണ്ട് അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോ ഈ അബ്ദുസ്സമദ് പൂക്കോട്ടൂര് അദ്ദേഹം പറയാണ്, AP വിഭാഗം ഞങ്ങളുടെ വിഷയത്തിലൊന്നും ഇടപെടുന്നില്ല, അവരിപ്പോ ഗാലറിയിൽ ഇരുന്ന് കളി കാണുകയാണ്. നോക്കണങ്ങള്. അപ്പൊ മുമ്പ് ഇദ്ദേഹം എന്താണ് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുത്തത്? നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ബാക്കിൽ മുട്ടനാടിന്റെ പണിയെടുക്കുന്ന ആളുകള് AP വിഭാഗമാണ് അവര്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രശ്നത്തിൽ കുറെ പറയുന്നുണ്ട്, അദ്ദേഹം മഹലിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകളാണ്, ആ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കിയ ആളുകളാണ്, അങ്ങനെ ചെയ്തവരാണ്, ഇങ്ങനെ ചെയ്തവരാണ്, അതാണ് ഇതാണ്, അവരെ നമ്മൾ നിരക്ക് നിർത്തണം, അങ്ങോട്ട് നിർത്തണം, ഇങ്ങോട്ട് നിർത്തണം എന്നൊക്കെ ഇതിൽ പ്രശ്നത്തിൽ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പോ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇങ്ങനെ ഓരോന്നും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. സത്യം എവിടെയാണ് നിൽക്കുന്നത്, അസത്യം എവിടെയാണ്. ഇപ്പോ ആദ്യകാലത്ത് ആദർശത്തിൽ നിന്നും മാറിയ ആളുകൾ ആരാണ് എന്നൊക്കെ അല്ലെ? അല്ലെങ്കിൽ അബ്ദുൽ ഹമീദ് വൈസ് അമ്പലക്കടവ് പറഞ്ഞ പോലെ അദ്ദേഹം പ്രസംഗത്തിൽ പറയാണ്, സമസ്തന്റെ 92 കൊല്ലങ്ങൾക്ക് ശേഷമാണ് അവർ വീണ്ടും അങ്ങനെ ഒരു പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്നു പറയുന്നത്. നോക്കി നിങ്ങൾ, അവർ മുന്നോട്ട് പോയി, പക്ഷെ വീണ്ടും അതിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചോ? ഒരിക്കലും സാധിച്ചില്ല. ഈ പറയുന്ന പാണക്കാട് തങ്ങന്മാർ പിന്നെയും വഹാബി വേദികളിലും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കാണാണ്. ഈ സമസ്തയുടെ ആലിമീങ്ങൾക്ക് നേതാക്കന്മാരുടെ വാക്കിനൊക്കെ പൊന്നുവില മാത്രമാണ് അവർ കണക്കാക്കിയത് അല്ലെ? നോക്കിങ്ങള്, ഇപ്പോഴും ആ ഒരൊറ്റ വിഷയം കാരണമാണ് അവർ ഭിന്നിച്ചതും രണ്ടായി മാറിയത്. നോക്കി നിങ്ങൾ, ഒരു വിഭാഗം സമസ്തയുടെ യഥാർത്ഥ ആദർശത്തിലും ആശയത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നു.
മറുവിഭാഗം ആ എല്ലാവരായിട്ടും കൂടി കലർന്നിട്ടുള്ള പോക്ക് ഇങ്ങനെ പോട്ടെ എന്ന് കരുതിയോണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അതിനിടയ്ക്ക് ഒരു വിഭാഗം ശരിക്കും അനുഭവിച്ചു അല്ലെ. ഈ വർത്തമാനകാല സാഹചര്യത്തിൽ അവർ ആദർശം പറഞ്ഞു തുടങ്ങിയപ്പോൾ അവർക്ക് കിട്ടിയ കുറെ സമ്മാനങ്ങൾ അല്ലെ, അവരെ ഒറ്റപ്പെടുത്തലുകൾ, അവരെ തെറി വിളിക്കലുകൾ, ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് പലതും മനസ്സിലായി. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കഴിഞ്ഞൊരു പ്രസംഗത്തില് ബഹുമാനപ്പെട്ട EK ഉസ്താദിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ പങ്കുവെച്ചു അല്ലെ. അതിലെ ആ ഓർമ്മയിൽ അദ്ദേഹം ഞങ്ങളെ രണ്ടുപേരെയും എന്തിനെ നിങ്ങൾ ഭിന്നിപ്പിച്ചത് എന്ന് ചോദിച്ചിട്ട് ഉസ്താദ് കരഞ്ഞു പോവാണ് അല്ലെ. അപ്പൊ അതിന്റെ പിന്നാലെ നമ്മൾ പിന്നെ എന്തൊക്കെയാ കണ്ടത്? ഒരിക്കലും ഈ പറഞ്ഞവരൊക്കെ AP വിഭാഗത്തിന്റെ ഒപ്പം കൂടണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആ പറഞ്ഞ നിലപാടുകൾ, അദ്ദേഹത്തിന്റെ കാര്യം അത് ശരിയാണ് എന്ന് പറയുക മാത്രമാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞ് രംഗത്ത് വന്നതോടുകൂടി അദ്ദേഹത്തിന് ആകെ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന് ഇനി പറയാൻ ഒന്നും വാക്കില്ലാത്ത രൂപത്തിൽ അദ്ദേഹത്തെ ആ രീതിയിലാക്കിയിട്ടുണ്ട്. അതേ മറിച്ച് അബ്ദുറഹ്മാൻ കല്ലായി എന്ന് പറയുന്ന ഒരു വ്യക്തി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതേ AP ഉസ്താദിനെ കുറിച്ചുകൊണ്ട് AP ഉസ്താദാണ് ഇരു സമസ്തകൾക്കും നേതൃത്വം നൽകാൻ അർഹനായിരിക്കുന്ന ഒരു വ്യക്തി എന്ന് അദ്ദേഹം പ്രസ്താവന നടത്തി. അതുപോലെ തന്നെ ശംസുൽ ഉലമ ആഗ്രഹിച്ചിരുന്ന ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷം AP ഉസ്താദിനൊപ്പം പ്രവർത്തിക്കണമെന്നും ആ സംഘടനയോടൊപ്പമുള്ള ഐക്യമായിരുന്നു എന്നും അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ പറയും. പക്ഷെ അതൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോഴും അദ്ദേഹത്തെ കല്ലെറിയാനോ തെറി വിളിക്കാനൊന്നും ആരുമില്ല. അതേ മറിച്ച് ഇപ്പോൾ ഞാൻ ഇവിടെ രണ്ടാമത് പ്രസംഗം കേൾപ്പിച്ച അബ്ദുസമദ് പൂക്കോട്ടൂര്, അദ്ദേഹം പോയിട്ട് AP ഉസ്താദിന്റെ കൈമുത്തുക, ഇതിന് അവർക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഈ ഷജറ വിഭാഗം എന്ന് പറയുന്ന ആളുകൾ അവർ ആദർശത്തിൽ അടിയുറച്ചു എന്നുള്ള ഒരൊറ്റ കാര്യം നമ്മളിവിടെ കണ്ടതുള്ളൂ. എന്നിട്ട് ഈ ആദർശം പറഞ്ഞ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ അഭിപ്രായ പ്രകടനം നടത്തിയെന്ന് മാത്രമേ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലാതെ അവർ ഈ വേദികളിൽ വലിയ ഒന്നും ചെയ്തതായിട്ട് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോ അതിന്റെ പേരിൽ ആ പണ്ഡിതന്മാർ അനുഭവിക്കുന്നത് എത്രയും നോക്കാൻ നിങ്ങൾ സത്യത്തിൽ വേദന തോന്നിപ്പോവാണ്. എന്നിട്ട് ഈ രാഷ്ട്രീയക്കാരന്റെ മാറാപ്പും താങ്ങി പിടിച്ച് നടത്തുന്ന കുറച്ച് തലകെട്ടുകാർ നോക്കണങ്ങൾ. എന്നിട്ട് ഈ ആദർശം പറയുന്ന ആളുകൾക്കെതിരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കണം. എത്ര ദയനീയപരമായിട്ടുള്ള കാഴ്ച കാണുന്ന നിങ്ങൾ, വേദന തോന്നിപ്പോവാണ്. എന്തായാലും എനിക്ക് പറയാനുള്ളൊരു കാര്യം, സമസ്തയിൽ ഐക്യം ഏതാണ്ട് അൽഹംദുലില്ലാഹ് ആയിട്ടുണ്ട് തന്നെ പറയാം അല്ലെ. സമസ്ത എന്ന് പറയുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ ഒന്നിക്കാനുള്ളൂ എങ്കിലും നമ്മൾ സുന്നികളൊക്കെ മനസ്സുകൊണ്ടൊക്കെ ഒരുപാട് ഒരുമിച്ചിട്ടുണ്ട്. മഹലുകളിൽ നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഒഴിവായിട്ടുണ്ട്. ഒരുപാട് സന്തോഷത്തിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഇപ്പോഴും പല ആളുകൾക്കും അങ്ങോട്ട് രസിക്കുന്നില്ല. അപ്പോൾ ഇനി ഒരു ഒത്തൊരുമയും കൂടി ഉണ്ടായാലും ചിലപ്പം അവന്മാർക്ക് ഒരു നിലനിൽപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതിലിങ്ങനെ വിരളി പിടിച്ച് എന്താ ചെയ്യേണ്ടത് അവർക്ക് അറിയാത്തൊരവസ്ഥയുള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഐക്യവുമായിട്ട് മുന്നോട്ട് പോകണം. ഇൻഷാ അത് നമുക്കിനിപ്പോൾ സമസ്ത ഒന്നിച്ചില്ലെങ്കിലും നമുക്ക് മറ്റുള്ള എല്ലാ മേഖലകളിലും ഒരുമിച്ച് നിന്നാൽ തന്നെ ഇവന്മാര് നിലക്ക് നിർത്താൻ നമുക്കൊക്കെ സാധിക്കും.